ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. പ്രയർ സ്റ്റാർട്ട് ചെയ്യട്ടെ? മിസ് വന്നില്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. മിസ്സേ ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. മിസ്സേ ഓക്കെ ആയോ? ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ മിസ്സേ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ വരുന്നു. എന്ത് പറ്റിയതാ മിസ്സേ? അത് ശ്വാസമുട്ടും കഫക്കെട്ടുമായി ഇൻഫെക്ഷൻ ആയി. സുഖമായില്ലേ മാം? ഇപ്പൊ കുഴപ്പമില്ല. സൗണ്ട് ഒക്കെ ഓക്കെ വരുന്നുള്ളൂ. സൗണ്ട് ഒക്കെ ഭയങ്കര അടച്ചില്ല. കഫക്കെട്ട് വന്ന കാരണം എന്നാലും കുഴപ്പമില്ല. മുമ്പത്തേക്കാളും ബെറ്ററായി. ഓക്കെ, നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു മിസ്സേ. മിസ്സിനെ വല്ലാണ്ട് മിസ് ചെയ്തോ? മിസ് ചെയ്തോ? അയ്യോ, അതെ മിസ്. ഞങ്ങൾ എന്നും ചോദിക്കും. ചോദിക്കൂ അല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ മാം. ചോദിച്ചായിരുന്നു ഞങ്ങളെ മിസ്സിന് എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, സന്തോഷം. എന്തായാലും പെട്ടെന്ന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് പെട്ടെന്ന് സുഖമായി. കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഒരു 6-7 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രയർ സ്റ്റാർട്ട് ചെയ്യട്ടെ? പ്രയർ സ്റ്റാർട്ട് ചെയ്തു. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണ്ണാഭ പറന്നാൽ, സൗഹൃദ സിദ്ധികൾ പൂത്താൽ, സൗവർണ്ണാഭ പറന്നാൽ, സുരഭില ജീവിത മാധുരി വിശ്വം സമസ്തമരുളുകയില്ലോ. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. മനസ്സു നന്നാവട്ടെ. താങ്ക് യു മിസ്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. ഓക്കെ, സൈനിങ് ചെയ്തോളൂ. മാം ഞാനാണ് സൈൻ ഇൻ ചെയ്യില്ലേ. ഒരു പാട്ടാണ് കേട്ടോ മാം. മലരിയിൽ നിലവുകൾ മഞ്ഞളാടി വന്ന നാൾ, മഞ്ഞണിഞ്ഞ മലരിയിൽ നിലവുകൾ മഞ്ഞളാടി വന്ന നാൾ, ഇലവങ്കം പൂക്കും മനമല്ലിക്കാവിൽ, ഇലവങ്കം പൂക്കും മനമല്ലിക്കാവിൽ, പൂരം കൊടിയേറും നാളേറൻ തുടിമേളത്തോടു ഞാനും താരം വാൽക്കണ്ണാടി നോക്കി നിലാലിഞ്ഞരാവിലേതോ താരം, വാൽക്കണ്ണാടി നോക്കി ചൂടി ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടി നോക്കി. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാം. ഓക്കെ ആണ് കേട്ടോ. ഓക്കെ ആയി വരുന്നുള്ളൂ. കുഴപ്പമൊന്നുമില്ല. സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്. കഫക്കെട്ട് വന്നു പോയ കാരണം സൗണ്ട് സ്പീക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. തോട്ടാരാണ്? Thought of the day by Atulya. To succeed in your mission, you must have single-minded devotion to your goal. Dr. APJ Abdul Kalam. Thank you. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ?
ലാംഗ്വേജ് ഡെവലപ്മെന്റ് മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല. ഏതാണ്? ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ. ഇട്ടേക്കാട്ടോ. ഓക്കെ മാം. മിസ് ഹെൽത്ത് ഓക്കെ ആയോ? ഹെൽത്ത് ഓക്കെ ആയി കേട്ടോ. ഞങ്ങക്ക് ശരിക്കും മിസ് ചെയ്തു മിസ്. മിസ് ചെയ്തോ? പിന്നെ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷം വരുന്നത് 2 ആഴ്ച ഞങ്ങളെ മിസ് ചെയ്യുന്ന പോലെ ഞങ്ങക്ക് ശരിക്കും മിസ് ചെയ്തു. ഞങ്ങൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു മിസ്സിനെ. അപ്പൊ അശ്വതി മിസ്സിനോട് ചോദിച്ചായിരുന്നു, ഇംഗ്ലീഷ് മിസ്സിനോട്. അപ്പൊ പറഞ്ഞു ഓക്കെ ആയി, വരും അടുത്ത് തന്നെ മിസ് എന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞല്ലേ? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ കോമ്പൻസേഷൻ പറഞ്ഞായിരുന്നു അല്ലേ? അതൊരെണ്ണം മാത്രമല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതെ അതെ അതെ. ഓക്കെ, നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്തേ, റേഷണലൈസേഷൻ. വെള്ളിയാഴ്ച ഞാനായിരിക്കുള്ളൂ കേട്ടോ, മിക്കവാറും 1:30 ക്ലാസ് കേട്ടോ. മിസ്സേ തിങ്കളാഴ്ച കയറാൻ പറ്റുമോ മിസ്സേ ക്ലാസ്സിലെ? ക്രിസ്മസ് സെലിബ്രേഷൻ മൺഡേ ആണ്. തിങ്കളാഴ്ച ആരാണ് ക്ലാസ്സില്? ജിഷ മിസ് ആയിരുന്നു. ജിഷ മിസ് അല്ലേ? മിക്കവാറും കയറാൻ പറ്റില്ല. അതിവിടെ HCയുടെ ക്ലാസ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് നടക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പൊ ഞാൻ ആ ക്ലാസ്സിലായിരിക്കും, ഇറങ്ങാൻ പറ്റില്ല. എന്തായാലും വീഡിയോ കാണാം. ഓക്കെ മിസ്. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അത് വായിച്ചിട്ട് എന്താണോ മനസ്സിലായത് അത് ഷെയർ ചെയ്യാം. മിസ് ഏതാ വായിക്കണ്ടേ? റാഷണലൈസേഷൻ ആണോ? റാഷണലൈസേഷൻ. കോമ്പൻസേഷൻ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും പിടികിട്ടിയോ? അനിമോൾ എന്താണ് മനസ്സിലായത്? മിസ്സേ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവുമ്പോ നമ്മളത് സ്വയം ന്യായീകരിക്കാതെ മറ്റുള്ളവരുടെ
പ്രശ്നം അതായിരിക്കും കാരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണിത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു പരീക്ഷയില് നമുക്ക് ഭയങ്കര പാടായിരുന്നു, അത് നമ്മുടെ കയ്യിലെ കുറ്റമാണ്, പഠിക്കാത്തതുകൊണ്ടാണ് എക്സാം പാട്. പക്ഷെ ചോദ്യപേപ്പർ പാടായതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്, നന്നായിട്ട് എഴുതാൻ പറ്റാത്തത് എന്നുള്ളൊരു എക്സാമ്പിൾ വേണം ഇതിനകത്ത് പറയാൻ. റേഷണലൈസേഷൻ കറക്റ്റ് ആണ് അനുമോള് പറഞ്ഞത്. റേഷണലൈസേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾക്ക് കാരണങ്ങൾ കണ്ടെത്തും. നമുക്ക് ചിലപ്പോ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങൾ നടത്തും, അല്ലെ? ഓക്കെ. അപ്പോ പരാജയങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തെറ്റായ ന്യായീകരണങ്ങൾ കണ്ടെത്തി ആശ്വാസം നൽകുന്നതിനെയാണ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയല്ലേ? ആണല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റായിട്ടുള്ള ന്യായീകരണം കൊടുക്കുന്നു. അതുവഴി നമ്മുടെ മനസ്സിനെ നമ്മൾ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ അനുമോള് പറഞ്ഞതുപോലെ തന്നെ എക്സാമിന് തോറ്റ കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ് താൻ എക്സാമിന് തോറ്റത്, മറിച്ച് താൻ പഠിക്കാത്തത് കൊണ്ടല്ല എന്ന് കരുതുന്നത്. അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കുന്നത്, അല്ലെ? അങ്ങനെയാണ് കരുതുക, അല്ലെ? ചില സമയത്തൊക്കെ മാത്രമാണ് നമുക്ക് റിയാലിറ്റി എന്താണെന്ന് ബോധ്യമാവാ, നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ്. അതിപ്പോഴല്ല, നമ്മുടെ ചെറുപ്പ സമയത്തൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മള് ആ സമയത്ത് നമ്മൾക്ക് ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്ന വീണ്ടും വിചാരം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എവിടെ എത്തിയാനെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, അല്ലെ? ആ സമയത്ത് നമ്മൾ പല കാരണങ്ങളും ന്യായീകരണങ്ങളൊക്കെ കണ്ടെത്തും. എപ്പോഴും നമ്മളെ സേഫ് ആക്കാൻ മാത്രമാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോ ആ സേഫ് ആക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ പല ന്യായീകരണങ്ങളും കണ്ടെത്തും. ആ ന്യായീകരണങ്ങള് നമ്മൾക്ക് ആ സമയത്ത് ഒരാശ്വാസമായിട്ട് മാറും. ഓക്കെ, ദാറ്റ് ഈസ് റാഷണലൈസേഷൻ. വളരെ ചുരുക്കിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കോമ്പൻസേഷൻ എന്തായിരുന്നു നമ്മളൊന്ന് പറഞ്ഞത്? കോമ്പൻസേഷൻ ഒരു മേഖലയില് വിജയം കണ്ടെത്തുന്നത്. ഒരു മേഖലയിൽ പരാജയപ്പെട്ട വ്യക്തി മറ്റൊരു മേഖലയിലേക്ക് വിജയം കണ്ടെത്തി പരാജയത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ റേഷണലൈസേഷനിൽ വരുന്നത് തെറ്റായിട്ടുള്ള ന്യായീകരണങ്ങൾ കണ്ടെത്തുകയും അതുവഴി മനസ്സിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് എന്ത്? റാഷണലൈസേഷൻ കേട്ടോ. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ ഒക്കെ ജസ്റ്റ് അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് തോറ്റ കുട്ടി ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആയതുകൊണ്ടാണ്, താൻ പഠിക്കാത്തത് കൊണ്ടല്ല എക്സാമിന് തോറ്റതെന്ന് പറയുന്നു. ഇപ്പൊ ഈ അടുത്ത് നമുക്കറിയാം ഈ സ്റ്റേറ്റ് സിലബസില് ഈ ഓണം എക്സാമിന്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു, അല്ലെ? വ്യത്യാസങ്ങൾ വന്നു. അപ്പോ മിക്കവാറും കുട്ടികൾ, ചില കുട്ടികൾക്ക് ഫെയിൽ ആയിട്ടുണ്ട്, ചില കുട്ടികൾക്കൊക്കെ മാർക്ക് കുറവാണ്. അപ്പൊ പാരന്റ്സിനോട് പറയുമ്പോൾ പോലും പാരന്റ്സ് തന്റെ കുട്ടികളെ ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കില്ല, അല്ലെ? പറയുമെങ്കിൽ കൂടി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യില്ല? കുറ്റപ്പെടുത്തില്ല സ്വന്തം മക്കളെ. അവര് പറയുന്ന ഒരു കാര്യം ഇതായിരുന്നു, ഈ സിലബസ്, അതായത് ഈ പാറ്റേണിൽ മാറ്റം വന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ടഫായിരുന്നു, തന്റെ കുട്ടിക്ക് മാത്രമല്ല മറ്റു കുട്ടികൾക്കൊക്കെ ടഫായിരുന്നു എന്നുള്ളൊരു കാരണമാണ് അവിടെ കണ്ടെത്തുന്നത്. അത് റാഷണലൈസേഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? വേറെ എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ റാഷണലൈസേഷൻ പറയാനായിട്ട്? മാം, ഡിഫൻസ് മെക്കാനിസം എല്ലാതും പോസിറ്റീവ് അല്ല. എന്താണ്? ഡിഫൻസ് മെക്കാനിസം എല്ലാം പോസിറ്റീവ് അല്ല. എല്ലാം പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഡിഫൻസ് മെക്കാനിസം പോസിറ്റീവ് തന്നെയാണ്. അതുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അന്ന് ഞാൻ ആ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറെ അധികം എക്സാമ്പിള്. എന്തെങ്കിലും എക്സാമ്പിൾ ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? എന്തെങ്കിലും ഇതുമായിട്ട് കണക്റ്റഡ് ആണോ? ഒന്ന് ആലോചിച്ചു. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോഴത്തേക്കും ആരെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾ പറയും അത് ചെയ്യണ്ട, അതെങ്ങനെയാണെന്ന് പറയുമല്ലോ. എന്നിട്ടും ഈ വ്യക്തി അത് ചെയ്തിട്ട് അതിൽ ഫെയിലിയർ ആവുന്നുണ്ട്. അപ്പം ഈ മറ്റുള്ളവർ പറയണേ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അത് ചെയ്യണ്ടെന്ന്. അപ്പൊ ഈ തോറ്റാള് പറയാണ് ഞാൻ അപ്പോഴേ ചെയ്യാൻ തുടങ്ങുമ്പോഴേ നെഗറ്റീവ് പറഞ്ഞപ്പോഴേ വിചാരിച്ചിട്ട് പോകുമെന്ന്. അല്ലാണ്ട് അയാൾ ചെയ്തത് കൊണ്ടാണെന്ന് അയാൾ വിചാരിക്കുന്നില്ല. അപ്പൊ മറ്റുള്ളവരിൽ പഴിയാരിയാണ്. അത് ശരിയാണ്. പിന്നെ മാം, ഇവിടെ നമ്മുടെ ക്രിസ്മസ് പരിപാടി സംബന്ധിച്ച് നമ്മുടെ സ്കൂളിലാണ് എന്റെ
എന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളില് മറ്റേ ക്രിസ്മസ് സെലിബ്രേഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡാൻസിന് ഇപ്പൊ മറ്റേ നമ്മൾ പേര് കൊടുക്കണമല്ലോ, അമ്മമാരും നമ്മുടെ എല്ലാം ഉണ്ടേ. അപ്പൊ ഇങ്ങനെ പേര് കൊടുക്കുമ്പോ അവർക്ക് ഡാൻസ് അറിയും, പക്ഷെ എന്നാൽ അവർ ശ്രമിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഡാൻസിന് വരാതിരിക്കുക. പിന്നെ അവർക്ക് അറിയും അത്, പക്ഷെ ആ കുട്ടീനെ ബാധിക്കുന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ അമ്മയും കളിച്ചാലല്ലേ കുട്ടിക്കും ഉള്ള ഒരു ഇത് കിട്ടുള്ളൂ. അപ്പൊ അമ്മ ഡാൻസ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാവുണ്ട് അവിടെ നിന്ന്. എന്ന് വെച്ചാൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവര് ശ്രമിക്കാത്തോണ്ടല്ലേ അത് നമുക്ക് അത് കിട്ടാണ്ടിരിക്കുന്നത്. അങ്ങനെയും അറിയാലോ അല്ലേ മാം? നിലവിലുള്ള ഒരു സംഭവം മീൻസ് ഹസ്ബൻഡ് എപ്പോഴും പറയും ഇവിടെ അടുത്ത് ഒരു ഷോപ്പിൽ ഇത്തിരി ഒരു കൂട്ടിയാ പറയുന്ന റേറ്റ് എന്ന്. പക്ഷെ ഇത് കേൾക്കാണ്ട് വീണ്ടും ഞാൻ എടുക്കും. അത് കഴിയുമ്പോ വിചാരിക്കും അത് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. കാരണം വെച്ചാല് അത് റേറ്റ് കൂടുതൽ പറഞ്ഞുകൊണ്ട് നമുക്ക് പിന്നെ വേറൊരു ഷോപ്പിൽ നമ്മൾ ചോദിക്കുമ്പോൾ ആ സെയിം ഡ്രസ്സിന്റെ റേറ്റ് കുറച്ചാണ് പറയുന്നത്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു ഇത് അതായത് നമ്മളെടുത്ത തീരുമാനം എന്താണ് ഇത്. പിന്നെ നമ്മൾ ആശ്വസിക്കുന്നു, ചിലപ്പോ അത് ആ ക്വാളിറ്റി കൂടുതൽ കൊണ്ടായിരിക്കും. അങ്ങനെ പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? മിസ് ഇപ്പൊ 2 കുട്ടികൾ വഴക്കുണ്ടായി. ഇപ്പൊ നമ്മുടെ കുട്ടികളെ തന്നെ എക്സാമ്പിൾ എടുക്കാം. 2 പേര് തമ്മിൽ വഴക്കുണ്ടാക്കുവാണെങ്കിൽ അതിലൊരു കുട്ടിയുടെ ഭാഗത്തായിരിക്കും തെറ്റ്. അപ്പം മറ്റേ കുട്ടിയുടെ തലയിലോട്ട് കാരണം വെച്ച് കെട്ടിയിട്ട് അവൻ സ്വയമായിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കും. അത് നമ്മുടെ വീട്ടിൽ തന്നെ സംഭവിക്കുന്ന കാര്യമല്ലേ, നമ്മുടെ മക്കളിലൂടെ തന്നെ അത് എപ്പോഴും തന്നെ കാണുന്ന ഒരു കാര്യം. ഈ ഇപ്പോ അർച്ചന പറഞ്ഞ പോലെ തന്നെ ഈ ആളുകളിലേക്ക് കുറ്റം ചുമത്തുന്നുണ്ട്, കുറ്റം പഴിചാരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ അടുത്തത് പറയാം എന്താണെന്ന്. ഇത് നമ്മൾ റേഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത്, ആളുകളിലേക്കല്ല. ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു പേഴ്സണെ തന്നെ നമ്മൾ ഉന്നമിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. അത് ഞാൻ അടുത്തത് പറയാം കേട്ടോ. 3-ാമത്തേതാണ് പ്രൊജക്ഷൻ. റീഡ് ചെയ്തോളൂ കേട്ടോ. വായിച്ചോ? പ്രൊജക്ഷൻ വായിച്ചോ? എന്ത് തോന്നി? കുറച്ചു മുമ്പ് പറഞ്ഞ പോയിന്റ്സ് ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. പ്രൊജക്ഷൻ. അതെ, അതായത് നമ്മൾക്ക് പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരിലേക്ക് കുറ്റം കണ്ടെത്തുന്നു അല്ലെങ്കിൽ അവരിലേക്ക് കുറ്റം ആരോപിക്കുന്നു. അത് നമ്മളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യില്ല? നമ്മളെ കുറ്റം പറയില്ല, അല്ലെ? നമ്മൾക്ക് എപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനാണ് കൂടുതൽ ഇഷ്ടം. എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ തെറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് ചുമത്തുന്നത്. മറ്റുള്ളവര് കാരണം കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറയും.
ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ അമ്മ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം അമ്മ, നമുക്കറിയാം നമ്മളെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിലായിരുന്നു. അപ്പൊ എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അമ്മനെ പഴിച്ചേരാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ നമ്മളിപ്പോ ജീവിക്കുന്ന വീട്ടില് നമ്മുടെ ഹസ്ബൻഡിനെ കുറ്റം പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കുറ്റം പറയാറുണ്ട്. ആ സാഹചര്യം ഉണ്ടാവാറില്ലേ നിങ്ങൾക്ക്? ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഭാഗത്തായിരിക്കും, നമ്മൾക്കറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരെ അതുകൊണ്ടാണ്, നീ കാരണമാണ് അങ്ങനെ വന്നതെന്ന് പറയും. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞതാണ്, ഹസ്ബൻഡ് നമ്മുടെ റൈസ് മേടിച്ചുകൊണ്ട് വന്നു വെക്കാനായിട്ട്, ചോറ് വെക്കാനായിട്ട് അരി മേടിച്ചുകൊണ്ട് വന്നു. അരി മേടിച്ചുകൊണ്ട് വന്നപ്പോ സാധാരണ മേടിക്കുന്ന അരി തന്നെയാണ് മേടിച്ചത്. പക്ഷെ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. ചോറ് വെച്ച് കഴിഞ്ഞപ്പോ പായസമായിട്ട് മാറി, ഭയങ്കര വേവ് കൂടുതലായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, നിന്റെ കുഴപ്പമാണ്, ചോറ് ഇങ്ങനെ വെന്തുപോയി, എന്ത് കാണിച്ചാണ് വെച്ചിരിക്കുന്നത് ചോദിച്ചു. അപ്പോ ആ കുട്ടി പറയുവാണ്, ഞാൻ എപ്പോഴും നിങ്ങൾ മേടിക്കുന്ന അരി എത്ര നേരമാണോ പാകം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇതും പാകം ചെയ്തത്. നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്ന അരി ഇതല്ല, സാധാ വെക്കുന്ന അരിയല്ല, നിങ്ങൾ മേടിച്ചുകൊണ്ട് വന്നത് വേറെ അരിയാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ തെറ്റാണെന്നും പറഞ്ഞ് ഹസ്ബൻഡിനോട് എന്താണ് കുറ്റം ആരോപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഹസ്ബൻഡ് പറയുന്നുണ്ട്, നിനക്കതൊന്നും നോക്കായിരുന്നില്ലേ ജസ്റ്റ്? അപ്പൊ ഈ കുട്ടി പറയുവാണ്, ഞാൻ എന്തിനു നോക്കണം, ഞാൻ ഡെയിലി വെക്കുന്നതല്ല, എനിക്കറിയാം ഇതിന്റെ പാകം എത്രയാണ്, എനിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, നിങ്ങൾ മേടിച്ചതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നടക്കുന്ന സംഭവമാണ് മിസ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി. പക്ഷെ അത് ഹസ്ബൻഡ് വെച്ചതായിരുന്നു, അത് കുഴഞ്ഞു പോയി. അപ്പൊ ചോറ്, അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതേപോലെ ഇത്രയും കുഴക്കാറില്ല, അതെ, അത് അരി മാറിപ്പോയി മിസ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഇല്ല ഇത് സുലേഖ അരിയാണ്. ഞാൻ പറഞ്ഞു, സുലേഖ അരിയാണെങ്കിൽ ഇത്രയും എന്ത് പോവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഒരു കോമഡി ഉണ്ടായി, കോമഡി ആയല്ലേ? അപ്പൊ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മളെപ്പോഴും എന്താ പറയാ, നമ്മളെ തന്നെ സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുവഴി നമ്മൾക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അല്ലെ? നമ്മൾക്ക് തന്നെ ബോധ്യം വരുമാ നമ്മള് തെറ്റ് ചെയ്തിട്ടില്ല അല്ലെ? തെറ്റ് ചെയ്തതെന്ന് നമ്മൾക്കൊരു ബോധ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മാക്സിമം എന്ത് ചെയ്യില്ല, നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കില്ല. ഓക്കെ, അപ്പൊ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവനവനെ തന്നെയാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മളെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് അല്ലെ? ശരിയല്ലേ? എന്തെങ്കിലും ഒരു അത്യാപത്ത് ഉണ്ടായെന്ന് വിചാരിക്കുക, എന്തെങ്കിലും ഒരു അത്യാപത്ത്. അപ്പോ നമ്മുടെ കൂട്ടത്തില് ഉള്ള ആളുകളുണ്ട്, 5-6 പേരായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എങ്ങനെ ആദ്യം രക്ഷപ്പെടാമെന്നായിരിക്കും അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരുടെ ഇത് നമ്മുടെ മനസ്സിൽ വരുന്നത്. പിന്നെ അത് മിസ്സേ അങ്ങനെ തന്നെയല്ലേ പറയണേ, ആദ്യം നമ്മൾ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുക, അങ്ങനെയല്ലേ പറയാ, ഒരു സെൽഫ് ലവ് ഉണ്ടാവുക എന്നുള്ളത് അല്ലേ? അപ്പൊ അതായിരിക്കും നല്ല കാര്യം തന്നെയാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത് അത് നമുക്ക് വേണം. അതുണ്ടെങ്കിൽ നമ്മൾക്ക് അധികം ദുഃഖിക്കേണ്ടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. നമ്മൾക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് സ്നേഹം കിട്ടുന്നു, പെട്ടെന്ന് അത് കിട്ടാതെ പോകുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് സെൽഫ് ലവിന്റെ പ്രാധാന്യം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. അവനവനെ തന്നെ ഇഷ്ടപ്പെടുകയാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അവനവനെ തന്നെ കെയർ ചെയ്യുക, അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാല് നമ്മൾക്കുള്ള ഭൂരിഭാഗം പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് കരകയറാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റൊരാളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നോ നമ്മൾ അത്രയും അധികം ദുഃഖിക്കേണ്ടി വരും. മറിച്ച് നമുക്ക് എല്ലാ കാര്യത്തിനും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടതില്ല, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരില്ല. നമുക്ക് പണം വേണം അല്ലെ? പണം, ജീവിക്കാനായിട്ട് പണം ആവശ്യമാണ്. അതുപോലെ തന്നെ വീട് വേണം, ഒരു ജോലി വേണം. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യണ്ട, ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട അല്ലെ? ഡിപ്പെൻഡ് മനുഷ്യനാണ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകളുണ്ട്. കാരണം ഫാമിലീസ് ഉണ്ട്, റിലേഷൻ ഉണ്ട്. ബട്ട് അന്യോന്യം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷെ എപ്പോഴും എന്ത് ചെയ്യരുത്, ഒരാളെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മള് സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടിയും, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ കൂടിയും എപ്പോഴും ആകുമ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവർക്കും നമ്മൾ ആരാണോ നമ്മള് സഹായിക്കുന്നത് അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ എപ്പോഴും ഒരു അകൽച്ച കീപ്പ് ചെയ്യണം. അതെ, ബൗണ്ടറി എപ്പോഴും നമ്മൾ ചെയ്യാന്നുള്ളതാണ്.
നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മള് സ്ത്രീകൾക്ക് ഇൻകം ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയാ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് അല്ലെ. അത് വ്യത്യാസം മനസ്സിലാകും അല്ലെ. ഒരു ജോലി ഉള്ള ആളും ഒരു ജോലി ഇല്ലാത്ത ആളും തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാല് ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ വിലയും അതേപോലെയാണ് മിസ്, എന്തിനും നല്ല റേറ്റ് ആണ്. അതെ അതെ, രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിലാണ് നല്ല സ്മൂത്ത് ആയിട്ട് ഫാമിലി മുന്നോട്ട് പോകുക. അതാണ്. ഓക്കെ, പക്ഷെ വീട്ടുജോലി ചെയ്യുന്ന ആളുകളും ഉണ്ട്. അത് കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്. എന്നാലും നമ്മുടെ കയ്യിൽ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടെങ്കിൽ അത് ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും അത് കോഴ്സ് കഴിയുമ്പോഴത്തേന് എല്ലാവർക്കും ജോലിയൊക്കെ ആകും. ഒരു എന്താ പറയാ നല്ല രീതിയിൽ നിങ്ങൾ എത്തിച്ചേരും കേട്ടോ. അതിന് എല്ലാ തരത്തിലുള്ള ഉറപ്പുണ്ട്. ഓക്കെ, അത്രയും ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുമാണ്. ഓക്കെ, അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുള്ളതാണ്. സെൽഫ് കെയർ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കണം. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണുള്ളത് അല്ലെ. ആർക്കും കൂടുതൽ കുറവൊന്നുമില്ല. എല്ലാവർക്കും 24 മണിക്കൂറാണുള്ളത്. 24 മണിക്കൂറിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് മുമ്പ് നടക്കാൻ പറ്റാതെ പോയ ചില കാര്യങ്ങൾ ഉണ്ടാകും. ആ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ബുക്ക് വായിച്ചു തീർക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്യൂഷൻ എടുക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ട്യൂഷൻ എടുക്കുക. ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഡാൻസ് പഠിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. മിസ് കുറെ പേര് ഇതിൽ ഡാൻസ് പഠിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ ഇതിൽ തന്നെ. സോറി, ഗ്രൂപ്പിൽ രമ്യ പോയി, പിന്നെ കവിത പോയി. അവർക്ക് ഒരുപാട് ആഗ്രഹം ഡാൻസ് പഠിക്കണം എന്ന്. എനിക്ക് പറഞ്ഞ പോലെ കേക്ക് പഠിക്കണം, ടൈലറിങ് കുറച്ച് അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹം. നമ്മൾക്ക് കുട്ടികൾക്ക് അടിക്കാൻ പറ്റിയതാണെങ്കിലും ചെയ്യണം വീട്ടില് അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട്. ഒരു ഷേപ്പ് ചെയ്യാൻ പോലും നമ്മൾ കടയിൽ കൊടുക്കണ്ടല്ലോ, ആ പൈസ ലാഭിക്കാം, അങ്ങനെയൊക്കെ ആഗ്രഹം. അത് വളരെയധികം ശരിയാട്ടോ. ഈ ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണല്ലോ. ശരിയാണ്, ഒന്ന് ഷേപ്പ് ചെയ്യണമെങ്കിലും കൂടി അവര് റേറ്റ് വാങ്ങിക്കുന്നുണ്ട്. നമ്മൾക്ക് തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് വളരെ വലിയ കാര്യം തന്നെയാണ്. ഉണ്ടായിരുന്നു മിസ്, മെഷീൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞതാണ് ഒരു മെഷീൻ വാങ്ങിച്ചു തരാമെന്ന്. പക്ഷെ അത് നടന്നില്ല. ഇനി വാങ്ങണം, ടൈം കിട്ടിയിട്ട് വേണം. ഇപ്പൊ പിള്ളേരാണ് തയ്ക്കണത്. ഇളയ മോളെപ്പോഴും സൂചിയൊക്കെ ഒടിച്ചു വെക്കും. അപ്പൊ അതുകൊണ്ട് അവര് അന്നാവട്ടെ എന്നിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ 3 പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ആദ്യത്തേത് നമ്മള് പറഞ്ഞു. രണ്ടാമത്തേത് റേഷണലൈസേഷൻ പറഞ്ഞു. പ്രൊജക്ഷൻ. ഞാൻ ഈ പ്രൊജക്ഷൻ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന? ഇല്ല, കുറ്റപ്പെടുത്താറില്ല രമ്യ? ഉണ്ടായിട്ടില്ല. ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? നമ്മള് ആ സ്റ്റാൻഡിൽ നമ്മൾ രക്ഷപ്പെടാനായിട്ട് നമ്മൾ മിക്കവാറും നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോ മറ്റുള്ളവരിലെ പഴിചാരാറുണ്ട്. മറ്റുള്ളവരെ പഴിചാരാറുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു സംഭവം എടുത്ത് പറയാമോ ആർക്കെങ്കിലും? ചെറിയ സംഭവമാണ്. നമ്മൾ ഈ ടാങ്കിലൊക്കെ വെള്ളം നിറയ്ക്കാൻ ഇടത്തില്ലേ, അപ്പം ഞാന് മക്കളെല്ലാം ചിലപ്പോ ഏൽപ്പിച്ചിട്ട് പോകും വേറെ എന്തെങ്കിലും ജോലിക്കായിട്ട്. അപ്പം കുറെ നേരം ചിലപ്പോ വെള്ളം പോകുന്നുണ്ടായിരിക്കും. അപ്പം ചിലപ്പോ ഹസ്ബൻഡ് വന്നിട്ടായിരിക്കും ഓഫ് ചെയ്യണത്. എന്താണ് ഇത്, കണ്ടില്ലേ വെള്ളം എത്ര പോയി എന്ന് പറയുമ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞിട്ടാ പോയത് അത് ഓഫ് ചെയ്യാനായിട്ട്. അപ്പം എന്നില് പറയുമ്പോഴത്തേക്കും ഞാൻ ആ കുറ്റം പെട്ടെന്ന് കുട്ടികളിലോട്ടാണ് ഇട്ടത്, അവിടെ രക്ഷപ്പെടാനായിട്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ ഡെയിലി മിക്കവാറും നടക്കാറുണ്ട്. സംഭവം പറയാവേ. എന്റെ മുത്തശ്ശിയുണ്ട്, ഭർത്താവിന്റെ മുത്തശ്ശിയുണ്ട് ഇവിടെ. അപ്പം അമ്മ പറഞ്ഞു നമ്മുടെ ധനുമാസമാണല്ലോ, അപ്പൊ തിരുവാതിര നോയമ്പിന്റെ ഒക്കെ സമയമാണല്ലോ. അപ്പൊ അമ്മ പറഞ്ഞു ഇന്നാണ് തിരുവാതിര നോയമ്പ്, അപ്പൊ നിങ്ങൾ എല്ലാത്തിനും തയ്യാറായിക്കോണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എന്റെ അമ്മായിയമ്മയും അന്ന് ഒരിക്കലൊക്കെ നോക്കിയേക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സെറ്റപ്പായിട്ട് ഇന്നലെ ചപ്പാത്തിയൊക്കെ മേടിച്ച്. ഇന്നലെ അരിയാഹാരമൊന്നും കഴിക്കാൻ പാടില്ല, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കഴിക്കാൻ പാടുള്ളൂ. ഹസ്ബൻഡിനോട് പറഞ്ഞു ഫ്രൂട്ട്സ് മേടിച്ചു, എല്ലാം സെറ്റാക്കി വെച്ചു. കുളിച്ചു കഴിഞ്ഞാണ് നമ്മൾ എന്തായാലും ആഹാരം പാകം ചെയ്യാനൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ പറ്റുള്ളൂ. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചിട്ട് അത് കഴിഞ്ഞ് അമ്മായിമ്മ നാത്തൂനെ ഒന്ന് വിളിച്ചു. നാത്തൂനെ വിളിച്ചെന്ന് തിരുവാതിര നോയമ്പാന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നാത്തൂൻ ചോദിച്ചു ആരാ അമ്മ തിരുവാതിര നോയമ്പാന്ന് പറഞ്ഞ്
എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ മുത്തശ്ശിയാണ് പറഞ്ഞെന്ന് പറഞ്ഞു. കലണ്ടറിൽ ഒന്ന് നോക്കിക്കാന്ന് പറഞ്ഞു. ഞങ്ങള് കലണ്ടറിൽ നോക്കിയില്ലായിരുന്നു. ഇപ്പൊ ജനുവരി 2-ാം തീയതിയാണ് ശരിക്കും, 3-ാം തീയതിയാണ് ശരിക്കും നോയമ്പ് വന്നത്. ഞങ്ങള് രാവിലെ കുളിച്ചൊക്കെ കോമഡി ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു കലണ്ടറില്. എന്നിട്ട് മുത്തശ്ശിയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളത് ഒഴിവായി. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ടല്ലോ, ഒന്നും നോക്കായിരുന്നു കലണ്ടറിൽ എന്നാ ദിവസം വന്നെന്ന്. അങ്ങനെ സംഭവം അത് ഉണ്ടായിരുന്നു. നല്ല രസമായിട്ടുണ്ട് മിസ് അല്ലേ? രസകരമായിട്ടുണ്ട്, കോമഡിയുമായിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് അനുമോളുടെ വീട്ടില് പണിയൊക്കെ ഇന്ന് നേരത്തെ കഴിഞ്ഞു. എന്നാണ് അത് ശരിക്കും? ഇത് ജനുവരിയിലാണോ? ജനുവരി 3-ാം തീയതി ജനുവരിയിലാണ്. ശനിയാഴ്ചയായിട്ട് വരും. അതെ. ഇവിടെയൊക്കെ അങ്ങനെ തിരുവാതിര നോയമ്പ് അങ്ങനെയൊക്കെ ഫേമസാ. പക്ഷെ എന്റെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല. ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന വീട്ടില് എല്ലാ വർഷവും നോക്കാറുണ്ട്. നോക്കാറുണ്ടല്ലേ? ഉം. ചില ആളുകൾ നോക്കാറുണ്ട്. നമ്മളെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുമല്ലോ, വ്ലോഗ് കിട്ടുന്ന ആളുകളുണ്ടല്ലോ ഈ സംഭവത്തെ കുറിച്ച്. അന്നല്ലേ തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ടാക്കണേ? അതെ അതെ. തിരുവാതിരയുടെ നമ്മള് കഴിക്കാതെ തിരുവാതിര കളിക്കോ ഒന്ന്? തിരുവാതിര മിസ് ഇവിടെയൊക്കെ ഉണ്ട്, നമ്മുടെ വീട്ടിലല്ല കേട്ടോ. എന്റെ നാട്ടിലുണ്ട് മിസ്. രാത്രി എല്ലാരും കൂടെ ചേർന്ന് എട്ടങ്ങാടി പാതിരാപ്പൂവൊക്കെ ഇങ്ങനെ പറിക്കാൻ പോണ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഭയങ്കര ഇതാണ് മിസ് തിരുവാതിര. നല്ല രസമാണ് ആ ഒരു സമയം. നല്ല തണുപ്പത്തൊക്കെ ഉറങ്ങാതെ ഇരുന്ന് എല്ലാരും ഒത്തൊരുമിച്ച് ഒരു 2 മണി ഇത്ര മണി വരെയൊക്കെ പരിപാടികളായിരിക്കും. തിരുവാതിര മാത്രമല്ല, കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവില്ല മോളെ. ഇവിടെ അടുത്ത് അങ്ങനെ ഉണ്ട്. ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥയില്ലേ, തിരുവാതിര നോക്കുന്ന അറിയാം. എന്താ അറിയാമോ? പറയാമോ ഒന്ന്? എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. അറിയില്ല. എന്തൊരു ഇത് കേട്ടിട്ടുണ്ട് ഞാൻ, കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. എന്താ പരമശിവൻ പാർവതി എന്താ സംഭവം? പിണക്കത്തിന്റെ കഥയാ. പണ്ടൊക്കെ പറയും ഭർത്താക്കന്മാർക്ക് വേണ്ടി നോക്കുന്നതാണ്. അത് ശരിയാണ് മിസ്. ഭർത്താക്കന്മാർക്ക് എന്തോ ഒരു ഇതിന് ഇതെടുക്കണ പോലെ. തിങ്കളാഴ്ച നോയമ്പോ അങ്ങനെ ഉണ്ടോ അല്ലേ? തിങ്കളാഴ്ച ദിവസങ്ങളില് അരിഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇതുണ്ടല്ലോ മിസ്. അതേപോലെ തന്നെ ശരിക്കും ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന നോയമ്പാണ് തിരുവാതിര നോയമ്പ്. മകേരം നോയമ്പെന്നും പറഞ്ഞുണ്ട്, അത് മക്കൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന നോയമ്പ്. അങ്ങനെയുണ്ട്. എന്തോ പാർവതി ദേവിയും ശിവൻ ഭഗവാനും തമ്മിൽ എന്തോ വഴക്കുണ്ടാകുകയും പിന്നെ ഫുള്ള് പാർവതി ദേവി ഉറക്കമുളഞ്ഞിരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ലാസ്റ്റ് ശിവഭഗവാൻ വന്ന് എല്ലാവരും ഒത്തൊരുമിച്ചു. അങ്ങനെ ഒരു എന്തോ കഥയുണ്ട് മിസ് കഴിഞ്ഞ പിന്നില്. അപ്പൊ ഇവിടെ നിന്ന് എല്ലാവരും തിരുവാതിര നോയമ്പൊക്കെ കഴിഞ്ഞ് രാത്രി തിരുവാതിര കളി കഴിഞ്ഞ് രാവിലെ ഇരാണിയോളം അമ്പലമുണ്ട് ശിവന്റെ പാർവതിയുടെ. അവിടെ ചെന്ന് തൊഴുത് തിരിച്ചു പോരാറാണ് പതിവ്. തിരുവൈരാണിക്കുളത്ത് ഇതേപോലെ കല്യാണം നടന്നില്ലെങ്കിൽ നമ്മൾ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വേഗം നടക്കുന്നുണ്ട്. അതൊരു ഉദാഹരണമാണ് മിസ് എന്റെ ജീവിതത്തില്. അപ്പൊ നമുക്ക് ഇനി അടുത്തത് നോക്കാം. അടുത്തത് വായിച്ചോളൂ കേട്ടോ. ഐഡന്റിഫിക്കേഷൻ 4-ാമത്തെ പോയിന്റ് കേട്ടോ. മിസ് ഇത് മറ്റുള്ളവരുടെ വിജയത്തിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നതല്ലേ? അതെ, മറ്റുള്ളവരുടെ സക്സസ്സിൽ, അതായത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം മറ്റുള്ളവർ ചെയ്ത് വിജയിക്കുമ്പോൾ നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തി ആശ്വസിക്കുന്നതിനെയാണ് ഐഡന്റിഫിക്കേഷൻ പറയുന്നത്. അങ്ങനെ ചെയ്യാറുണ്ടോ? മറ്റുള്ളവരുടെ വിജയം നിങ്ങളുടെ വിജയമാക്കാറുണ്ടോ? മിസ് ഈ കഴിഞ്ഞ വോട്ടെടുപ്പ് തന്നെ ഉദാഹരണമല്ലേ മിസ്? എന്താണ്? വോട്ടെടുപ്പ് തന്നെ ഉദാഹരണമാണല്ലോ. ഒരു മെമ്പർ ജയിച്ചു കഴിയുമ്പം
ആ പാർട്ടിക്ക് അവരുടെ വിജയമായിട്ട് തന്നെ അത് ഏറ്റെടുക്കുന്നു. അല്ലേ? ഓക്കെ, ശരിയാണ്. അത് പ്രത്യേക പാർട്ടിക്കാര് അല്ലേ മിസ്സേ? അതിന്റെ മെയിൻ ആൾക്കാർക്കായിരിക്കും അവരൊരു ഗ്രൂപ്പ് ഗ്യാങ് ഉണ്ടല്ലോ. ചിലവർ നേരെ മറിച്ച് തോറ്റവർക്ക് വിഷമമായിരിക്കും. ഞങ്ങക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല, ഏത് ജയിച്ചാലും. ഓക്കെ, അതായത് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ മതി, നിങ്ങളുടെ ഫാമിലിയിൽ പെട്ട ആർക്കെങ്കിലും, നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള, ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ, അമ്മ, അനിയത്തി, ചേട്ടൻ, ചേച്ചി, ഹസ്ബൻഡ്, മക്കള്, അവർക്കൊക്കെ എന്തെങ്കിലും സക്സസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും? സന്തോഷിക്കില്ലേ? അതേപോലെ നമ്മുടെ ഇന്ത്യ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവും. ക്രിക്കറ്റില് അതെ, അതായത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയിച്ചു. ചിലവര് ഭയങ്കര വിഷമമുള്ളവരുണ്ട് മിസ്. തോറ്റു കഴിഞ്ഞാൽ ഇവിടെ ഹസ്ബൻഡിന് ഭയങ്കര പ്രശ്നം, ഇത് വിഷമമാണ്. ഷോ പോയി എന്നൊക്കെ പറഞ്ഞ ഞാൻ ചോദിക്കും, ഓരോ എക്സാമ്പിൾ എടുത്ത് ചോദിക്കും. ഇപ്പൊ ഞാൻ സിനിമാ താരങ്ങളുടെ സിനിമകൾ വിജയിക്കുമ്പോ അല്ലെ, നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ലാലേട്ടൻ, മമ്മൂക്ക, അവരുടെയൊക്കെ സിനിമയൊക്കെ പിന്നെ നമ്മുടെ തമിഴിലൊക്കെ ഉള്ള ആളുകൾ, അവരുടെയൊക്കെ ഫിലിം ഒക്കെ വിജയിച്ചു കഴിഞ്ഞാല് അവരുടെ ആരാധകർക്ക്, പ്രത്യേകിച്ച് അവർക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ എന്താണ് അവര് ചെയ്യുന്നത്? അതായത് അവരുടെ വിജയമാണെന്ന് കണ്ടെത്തിയാണ് ആശ്വസിക്കുന്നത് കേട്ടോ. മറ്റുള്ളവരുടെ വിജയം അവരുടെ തന്നെ വിജയമാണെന്ന് കണ്ടെത്തി ആശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടിയും മറ്റൊരാളിലൂടെ അത് അവർക്ക് നിറവേറ്റപ്പെടുന്നു. പിന്നെ മിസ്സേ, നമ്മുടെ പാരന്റ്സ് നമുക്ക് പഠനകാലത്ത് ഫുൾ A+ കിട്ടിയാലും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പഠിക്കാൻ സമയത്ത് കിട്ടിയാൽ അവര് ഭയങ്കര ഹാപ്പി ആവും. അവർക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ കുട്ടികള് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ വല്ല ഹാപ്പി. അങ്ങനെ ചെയ്യാറുണ്ട്, അത് ശരിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പൊ നമ്മളുടെ കേസ് തന്നെ എടുക്കുവാണെങ്കിൽ, നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കള് അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. മാർക്ക് വാങ്ങിക്കുമ്പോ, ഗോൾഡ് മെഡൽ വാങ്ങിക്കുമ്പോ ഞാൻ അവരോട് പറയും, അമ്മയ്ക്ക് പറ്റിയിട്ടില്ല, നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറയും. ആ ടൈമിൽ അതൊന്നും ഗോൾഡ് മെഡൽ അങ്ങനെയുള്ളതൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, അപ്പൊ ഭയങ്കര സന്തോഷമാണ് കുട്ടികൾക്ക് കിട്ടുമ്പോ, ഒരു അവാർഡ് കിട്ടുമ്പോ. എന്റെ കുട്ടികൾ ചെസ് നന്നായിട്ട് കളിക്കും മിസ്. അപ്പൊ അവര് ഇതേപോലെ സ്കൂളിലൊക്കെ കളിച്ചിട്ട് ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ്. അപ്പൊ ഞാൻ അതിൽ സന്തോഷിക്കും, കാരണം എനിക്കറിയില്ല. അപ്പൊ കുട്ടികള് ഇത് ചെയ്യുമ്പോ ഞാൻ ഇതേപോലെ സ്റ്റാറ്റസ് ഇടും, ഭയങ്കര ഹാപ്പിയാണ്. അവരിങ്ങനെ സമ്മാനം വാങ്ങിച്ചതിന്റെ അവരെവിടെ വേണമെങ്കിലും കൊണ്ടുപോകും ടൂർണമെന്റില് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പ്രോത്സാഹനം ഹസ്ബൻഡും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് മറ്റൊരു വശമുണ്ട് കേട്ടോ, നമ്മൾക്ക് തന്നെ ചില സമയത്ത് ഉണ്ടാവുന്നതാണ്. അതായത് നമ്മുടെ ക്ലോസ്ഡ് വൺ അല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അത്ര ഇതല്ലാത്ത ആളുകൾക്ക് ചില അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലൊരു വിഷമം വരാറുണ്ട് ഇല്ലേ? അത് നമുക്ക് അസൂയ എന്ന് അതിനെ പേരിട്ട് വിളിക്കാമെങ്കിലും നമ്മുടെ മനസ്സിന് ചിലപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്കത് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമം നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പോ പഠിക്കുന്ന സമയത്താണെങ്കിൽ പോലും, ഇപ്പൊ കൂട്ടുകാരികൾ തമ്മിൽ അന്യോന്യം ഭയങ്കരമായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള കൂട്ടുകാരികളാണെങ്കിൽ പോലും ഒരാൾക്ക് മാർക്ക് കൂടുതലും ഒരാൾക്ക് മാർക്ക് കുറവുമാണെങ്കിൽ അവർ തമ്മിലൊരു കമ്പാരിസൺ വരും അവിടെ അല്ലെ. അതായത് കുറഞ്ഞ ആൾക്ക് ചിന്തയുണ്ടാകും, എനിക്ക് മാർക്ക് കുറഞ്ഞു പോയല്ലോ, അവൾക്ക് കൂടുതൽ കിട്ടിയല്ലോ. അപ്പൊ കുറഞ്ഞു പോയതിനായിരിക്കില്ല വിഷമം, അവൾക്ക് കൂടുതൽ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കും വിഷമം ഉണ്ടാവുക. അതും ഇതിന്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്. അപ്പോ നമ്മുടെ ലൈഫിൽ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകൾ, അതായത് നമ്മൾക്ക് ഭയങ്കരമായിട്ട് അടുപ്പുള്ള ആളുകള്, നമ്മള് ജീവന തുല്യം സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അത് നമ്മുടെ വിജയമാണെന്ന് കണ്ടെത്തി ആശ്വസിക്കുകയും അതുപോലെ തന്നെ അതിലൂടെ ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നതാണെന്ത്? പ്രൊജക്ഷൻ എന്ന് പറയുന്നു. ക്ലിയർ ആണോ പറഞ്ഞത്? ഇപ്പോ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. നാല് കാര്യങ്ങളും ഓക്കെ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല മിസ്. അപ്പൊ ഈ 4 എണ്ണത്തിന് ഒരു 4 എക്സാമ്പിൾ വീതം ഒന്ന് പെട്ടെന്ന് എഴുതി. ഒരെണ്ണം മതി കേട്ടോ, ഒരെണ്ണത്തിന് ഒരു പ്രൊജക്ഷൻ ഒരെണ്ണം മതി, ഐഡന്റിഫിക്കേഷൻ ഒരെണ്ണം മതി. അങ്ങനെ 4 എണ്ണം നമ്മൾ എടുത്തില്ലേ? അപ്പൊ 4 എണ്ണത്തിന് 4 എക്സാമ്പിൾ വീതം കേട്ടോ. ഓക്കെ, ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഒന്ന് എഴുതി നോക്കൂ, സമയം തരാം.
കിട്ടുന്നുണ്ടോ നോക്കൂ കേട്ടോ ചെയ്യാനായിട്ട്. കഴിഞ്ഞു. ഡിസ്ന മൈക്ക് ഓൺ ആണല്ലോ. ഡിസ്ന
എഴുതി കഴിഞ്ഞവര് പറയാട്ടോ. മാം ഇംഗ്ലീഷിൽ തന്നെ പറയണോ, മലയാളത്തിൽ പറയാവോ? മലയാളത്തിലും പറഞ്ഞാലും മതി, കുഴപ്പമില്ല. ഓക്കെ. ഫസ്റ്റ് കോമന്റ് സെഷൻ മാം. എനിക്ക് അമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ. അമ്മ ഇല്ലാത്തതിന്റെ കുറവ് എനിക്ക് അച്ഛൻ തന്നില്ല മാം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോ അമ്മയില്ലാത്തതെന്ന് വെച്ചാൽ അമ്മയില്ലാത്തതിനും വേണമല്ലോ നമ്മുടെ എല്ലാ കാര്യത്തിനും. നമ്മൾ പെൺമക്കളായതുകൊണ്ടേ അമ്മ വേണമല്ലോ. അപ്പൊ അമ്മ ഇല്ലാത്തതിന്റെ കുറവ് അച്ഛൻ വരാണ്ടാക്കിയിട്ട് അത് നമുക്ക് അമ്മേന്റെ കുറവ് അച്ഛനിൽ നിന്ന് ഫുള്ളായിട്ട് കിട്ടി എന്നുള്ളൊരു ഫസ്റ്റ് മാം കോമന്റ് സെഷനിൽ വരുന്ന അതാണ്. പിന്നെ റേഷണലൈസേഷൻ അതിൽ വരുന്നത് മാം, എൻ്റെ കൂട്ടുകാരി 10th ഇംഗ്ലീഷിൽ കുറച്ച് കുറവായിരുന്നേ. അവള് ഇംഗ്ലീഷ് എല്ലാത്തിലും കുറച്ച് കുറവായിരുന്നു. ഇംഗ്ലീഷിൽ അവൾക്ക് ഒട്ടും അറിയില്ലായിരുന്നു. അവൾക്ക് വായിക്കാനും അങ്ങനെ അറിയില്ലായിരുന്നു. അപ്പോൾ അവള് വിചാരിച്ചു എനിക്ക് അത്രേ അറിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അവള് മിണ്ടാതിരിക്കുക ചെയ്തേ. അല്ലാണ്ട് അവള് എനിക്ക് ശ്രമിച്ചാൽ ഇനിയും ജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ഇതിൽ അവള് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ അടുപ്പിച്ചു കൊടുക്കും. അങ്ങനെ ആയിട്ട് അവള് കുറച്ച് എഴുതാൻ തുടങ്ങി. അപ്പൊ അവള് ശ്രമിക്കാതെ അങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവള് വിജയിക്കില്ലായിരുന്നു. അതാണ് മറ്റേ റേഷ്യലൈസേഷൻ എന്ന് പറയുന്നത് മാം. പിന്നെ പ്രൊജക്ഷൻ അതിൽ വരുന്നത് ഇപ്പൊ നമ്മൾ ചെറുപ്പത്തിലെ ചേച്ചീനെ ഇങ്ങനെ ഇപ്പൊ എനിക്കൊരു ചേച്ചിയും ഏട്ടനാ ഉള്ളത്. അപ്പൊ ചേച്ചി ഞാനായിരിക്കും കുറ്റം ചെയ്യുന്നത്. അപ്പൊ അത് ചേച്ചിന്റെ മേലെ നമ്മൾ അവിടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചേച്ചിന്റെ മേലേക്ക് ഇങ്ങനെ അതിന്റെ കുറ്റം ചുമക്കുക ചെയ്തത്. പിന്നെ വരുന്നത് ഐഡന്റിഫിക്കേഷൻ. അത് മാം ഇപ്പൊ എന്റെ ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനൊരു ഗാനമേള ഉണ്ടായിരുന്നു മാം, അവിടെ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേച്ചിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ വീട്ടിലുള്ള ഒരു മറ്റേ ഹൗസ് ഓപ്പണിങ്ങിന് ഒരു ഗാനമേള വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ പാട്ടൊക്കെ പാടും മാം. അപ്പോൾ ഇവരിങ്ങനെ വിളിച്ചു. അപ്പൊ ഇങ്ങനെ പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു നീ പോയിട്ട് പാടിയിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് ഫസ്റ്റ് പാട്ട് പാടുമ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ കൈയടിച്ചിട്ട് വൺസ് മോർ എന്നൊക്കെ പറഞ്ഞു മാം. ഒരിക്കൽ കൂടി പാടുവോന്ന് വെച്ചിട്ട് പറഞ്ഞു. അപ്പൊ എൻ്റെ അച്ഛന് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ മോളാണല്ലോ എന്നുള്ള രീതിയിലുള്ള ബഹുമാനം അച്ഛന് കിട്ടിയിട്ടുണ്ടായിരുന്നു മാം. അതാണ് മാം എൻ്റെ. ഓക്കെ. കഴിഞ്ഞവര് വായിക്കാട്ടോ. പറഞ്ഞോട്ടെ മാം. പറഞ്ഞോ. കോമ്പൻസേഷനിൽ വരുന്നതാണ്. IAS വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാള് എത്ര ശ്രമിച്ചിട്ടും അയാൾക്ക് IAS കിട്ടുന്നില്ല. ബട്ട് പുള്ളിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ് ആണ്. അപ്പം IAS കിട്ടിയില്ലെങ്കിലും അതേ ഒരു മേഖലയിൽ അല്ലെങ്കിൽ IPS നേടിയിട്ടാണെങ്കിലും എനിക്ക് സോഷ്യൽ സർവീസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ IPS ചെയ്യുന്നത് ഒരു കോമ്പൻസേഷൻ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസത്തിൽ വിടുന്നു. റാഷണലൈസേഷൻ പറയുമ്പോഴത്തേക്കും കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് എഴുതി കഴിയുമ്പോഴത്തേക്കും മാർക്ക് കിട്ടുമല്ലോ. അപ്പോഴത്തേക്കും നമ്മൾ ചെക്ക് ചെയ്തിട്ട് പറയും ഇതെന്താ നീ ആൻസർ ഇങ്ങനെ എഴുതാത്ത, അല്ലെങ്കിൽ ഇതെന്താ കുറഞ്ഞു പോയ ഏതിന്
സെക്കൻഡിൽ പറയും ചിലപ്പോൾ, ഓ അന്ന് ഞാൻ സുഖമില്ലാതെ പോയി എഴുതിയത് തന്നെ വലിയ കാര്യമാണ്, അതിന് ഇത്രയെങ്കിലും മാർക്ക് കിട്ടിയല്ലോ എന്ന് അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നത് റാഷണലൈസേഷനിൽ ഉൾക്കൊള്ളുന്നു. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കാറുള്ളതാണ്. എന്തെങ്കിലും കറികളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നീ ഉപ്പ് കൂടുക അല്ലെങ്കിൽ എരിവ് കൂടുക, അതിന് ഉപ്പ് കൂടി അല്ലെങ്കിൽ എരിവ് കൂടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളറിയും അത് എന്റെ കുഴപ്പമില്ല, മുളക് ഇത്തിരി എരിവുള്ളതാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്നും ആ ഒരു സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് പ്രൊജക്ഷനിൽ ഉൾക്കൊള്ളിക്കുന്നു. പിന്നെ ഐഡന്റിഫിക്കേഷൻ പറഞ്ഞ മക്കളുടെ നേട്ടം നമ്മൾ സ്വന്തം നേട്ടമായിട്ട് കാണുന്നത്. കുട്ടികൾ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും മെഡൽ മേടിക്കുമ്പോഴോ സർട്ടിഫിക്കറ്റ് മേടിക്കുമ്പോഴോ നമ്മളെ കൊണ്ട് സാധിക്കാത്തത് കുട്ടികൾ ചെയ്യുമ്പോഴത്തേക്കുള്ള നമുക്കുള്ള സന്തോഷം ഐഡന്റിഫിക്കേഷനില്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ്? കോമ്പൻസേഷൻ. എന്റെ മോൻ പഠിക്കാൻ മോശമാണ്, പക്ഷെ അവൻ എന്താണ് ചെസ് അതേപോലെ കായികമായ രംഗത്തില് ഫുട്ബോള് അങ്ങനെയുള്ള കാര്യങ്ങളില് അവൻ നേട്ടം ഉണ്ടാക്കി. അതായത് കൂടുതൽ പരിശ്രമിച്ചു, അതിൽ നല്ലൊരു വിജയം കൈവരിച്ചു. അതാണ് കോമ്പൻസേഷൻ മീൻസ്. അത് ചെറിയ രീതിയിൽ സത്യമാണ്, പഠിക്കാൻ ആദ്യം ഇത്തിരി ഇതാണ്. അപ്പം ഇതിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഭയങ്കര പ്രോത്സാഹനം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തത് റേഷണലൈസേഷൻ. അത് ഒരു എക്സാമിന് പരീക്ഷയ്ക്ക് തോറ്റു മിസ്, മോൻ തോറ്റു. പക്ഷെ അവൻ പറയണത് ആ പരീക്ഷ വലിയ പ്രാധാന്യമില്ല, അത് ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അയാളുടെ തെറ്റ് അയാള് സമ്മതിക്കുന്നില്ല. അതായത് എന്താണ്, അങ്ങനെ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് വലിയ പ്രാധാന്യമില്ല എക്സാം, അങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുന്നു. അത് വലിയ പ്രാധാന്യമില്ല അങ്ങനെ പറഞ്ഞിട്ട്. ഇത് റേഷണലൈസേഷൻ, എക്സാമിന് തോറ്റതിന്റെ കാരണം പറഞ്ഞിട്ട്. മൂന്നാമത്തത് പ്രൊജക്ഷൻ. അതായത് ഇപ്പൊ മോള് പറയും ക്ലാസ്സിൽ വേറെ ആരും പഠിക്കുന്നില്ല അമ്മ, ഞാൻ മാത്രമേ പഠിക്കുന്നുള്ളൂ, ഞാൻ മാത്രമേ കറക്റ്റ് ആയിട്ട് ക്ലാസ്സിലെ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. ശരിക്കും മിസ്സിനോട് ചോദിച്ചാലേ അറിയുള്ളൂ എന്താണ് വിഷയം. അയാള് ഉള്ള ഇത് കറക്റ്റ് ആയിട്ട് പറയുന്നില്ല, അതായത് അയാളെ ന്യായീകരിച്ച് അയാള് പറയുന്നു. അതായത് മറ്റുള്ള കുട്ടികളിൽ നിന്ന് എനിക്കാണ് അച്ചടക്കം ഉള്ളത്, ബാക്കി കുട്ടികൾക്ക് ഇല്ല, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ ഇപ്പൊ ചിത്രയെ പോലെ പാടാൻ ഞാൻ ശ്രമിക്കും മിസ്. ചിത്ര പാടുമ്പോ ഞാൻ പാടിയ പോലെ എനിക്ക് തോന്നും. അപ്പൊ അതേപോലെ ശ്രമിക്കുന്നത് നല്ല, എനിക്ക് ഇഷ്ടമുള്ള പാട്ടുകാർ പാടുമ്പോൾ ഞാൻ പാടുന്ന പോലുള്ള ഒരു തോന്നല്. അപ്പം അതാണ് മിസ് ലാസ്റ്റ് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരെങ്കിലും ഉണ്ടാവും? മിസ്, മോള് ക്ലാസ് കണ്ടത് മുതൽ പാട്ട് പാടുന്നതാണ് എന്നെ ശല്യപ്പെടുന്നത്. ഒരു ഇങ്ങനെ നിൽക്കുന്നേ ഞാൻ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഇടയില് മറന്നുപോയി ചോദിക്കാനായിട്ട്. പാട്ട് പാടിക്കോളൂ. മോളുടെ പേരെന്താ? വന്നതാ, എക്സാം കഴിഞ്ഞ് വന്നതാണ്. കാട്ടിലെന്തായിരുന്നു അംഗം നാട്ടുകാർ വന്നു, വീട്ടുകാർ കേട്ട് വരക്ക് വിരുന്ന് വന്നു, ആര് മായി ചിന്തരി വന്ന് വിറക് ആനയും വന്നു, വെച്ച് വിളമ്പാച്ചയും വന്നു, വേവും വന്നു, പരിപ്പ് വെച്ച് പായസം വെച്ച് കിടക്കിച്ച് എല്ലാം വെച്ച് എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടില്ല. അതൊരു കാർട്ടൂൺ സോങ് ആണ് മിസ്. മനസ്സിലായി. എനിക്ക് മാത്രം കിട്ടിയില്ല. അതെ അതെ, മലയാളം ടെക്സ്റ്റ് ബുക്കിലുള്ളതാ. നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടിട്ടോ വാവേ. അതെ, സൂപ്പർ. ഈ പാടണം കേട്ടോ, പാടിത്തരില്ലേ? നാളെ എക്സാം ഉണ്ടോ? നാളെ എക്സാം ഉണ്ടോ? EVS ആണല്ലേ? എന്റെ മോളുടെ ഇന്നലെ കഴിഞ്ഞു EVS. എന്താ എഴുതി വെച്ചേക്കണെന്ന് വരുമ്പോ
ഇന്നായിരുന്നു മാത്സ് മാം ആയിട്ടാ എന്റെ മോൻ പോയേക്കണേ. ഇനിസ് ആ പോയി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം എന്നാ. ഇനി നമുക്ക് വെള്ളിയാഴ്ച കാണാം. മിക്കവാറും ഞാനായിരിക്കും കേട്ടോ. ഓക്കെ, മിസ് സമയം പോയത് അറിഞ്ഞില്ല, സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? അതെ അതെ മാം. പെട്ടെന്നായി പോയി മിസ്. പെട്ടെന്ന് പോകും, നിങ്ങളുടെ ക്ലാസ് പെട്ടെന്ന് പോകും. ബാക്കിയുള്ള ക്ലാസ്സുകള് ഇങ്ങനെ ഇങ്ങനെ പോവാറില്ല അല്ലേ മിസ്? പോവാറില്ല, പക്ഷെ ഈ ക്ലാസ് പെട്ടെന്ന് പോകും. അതിന് മിസ്സിനെ ആക്സിഡന്റ് ആവല്ലേ കേട്ടോ. ഞങ്ങൾക്ക് ഇനി കുറച്ച് നാളും കൂടി ഭയങ്കര ഉള്ളൂ. മിസ് ചെയ്യും മാം. അതെ. പിന്നെ അതേപോലെ ഇൻസ്റ്റയില് മിസ്സിന്റെ ഫോട്ടോസ് അധികം കാണാറില്ല. നമ്മുടെ ഈ ഗ്രൂപ്പ് ടീച്ചേഴ്സിന്റെ അല്ലേ, മിസ്സിന്റെ ഞങ്ങൾക്ക് മിസ് ചെയ്യാം. കഴിഞ്ഞ സാധിരാമത്തിനോട് പറഞ്ഞായിരുന്നു ഞാൻ. ഇൻസ്റ്റാഗ്രാമിലാണോ? ഇൻസ്റ്റയില് ഫോട്ടോസ് ഉണ്ടാവുമല്ലോ ടീച്ചേഴ്സിന്റെ, മിസ്സിനെ മാത്രം കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കംപ്ലൈന്റ് മിസ്സിനോട്. മിസ് ചെയ്തു. ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാനൊന്നും ഇഷ്ടമല്ല. അതെയോ? പ്രത്യേക ജീവിയാ. ഞങ്ങളുടെ ഒപ്പം എടുക്കണം മിസ്. അതെടുക്കാം. അതെ അതെ. പിന്നെ ഫേസ്ബുക്ക് ഇല്ല, വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം ഇല്ല, അതൊന്നും ഇല്ല. ഓൺലി വാട്സ്ആപ്പ് മെസ്സേജ്, അത് മാത്രമേ. എല്ലാരും വളരെ ഹാപ്പിയാണ് ഇതിന്റെ കോൺവെക്കേഷന് വരാൻ. അപ്പൊ എന്തായാലും നമുക്ക് തകർക്കണം. മിസ് എന്തായാലും വേണം. കാരണം മിസ്സാണ് കുറച്ച് ദൂരം തോന്നുന്നു സ്മാർട്ട്രീന്ന്. ബാക്കി മിസ്സുമാര് ഇവിടെ പറവൂര് തന്നെയല്ലേ അത്യാവശ്യം? ആണോ? അപ്പൊ ഓക്കെ മിസ്. ഞാൻ നടന്നാ വരുന്നേ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. ഓക്കെ മിസ്. ഓക്കെ. ജിഷ മിസ് ആണോ? എല്ലാരും അടുത്ത് തന്നെയാണ് അല്ലേ? എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ്. അടുത്താണ്. ഓക്കെ മിസ്. വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ്. ഓക്കെ. പറയട്ടെ. സൈനോട്ട് പറഞ്ഞോളൂ. Thank you, ma'am. Thank you for the wonderful class. Today we took defense mechanisms through 3 methods: projection, identification, and rationalization. Thank you for the wonderful class. Thank you, ma'am. Okay, thank you so much. Thank you, miss. Thank you. Okay, bye. Take care. Okay, thank you, ma'am. Thank you. Take care. Thank you, ma'am. Thank you. Thank